ഭാരത സർക്കാരിന്റെ ഉടമസ്ഥതയിൽ സ്ഥാപിക്കപ്പെട്ട 4 ഏകീകൃത ഉരുക്ക് നിർമ്മാണശാലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റഷ്യൻ സഹായത്തോടുകൂടി സ്ഥാപിതമായ ഭിലായ് ഉരുക്ക് നിർമ്മാണശാല. പിൽക്കാലത്ത് ഉൽപാദനശേഷി കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ സ്ഥാപനം ഭാരതത്തിന്റെ സമ്പദ്ഘടനയിൽ ഗണനീയമായ പങ്കുവഹിച്ചുകൊണ്ട് ഇന്നും വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഉരുക്കിന്റെയും വൈദ്യുതിയുടെയും ഉൽപാദനം വർദ്ധിപ്പിച്ച് ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറ കെട്ടിപ്പടുത്തുവാൻ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുൻകൈയെടുത്ത് 2ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പ്ലാന്റ് സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള കരാറിൽ 1985 ഫെബ്രുവരി 2-ാം തീയതി ഇന്ത്യയും റഷ്യയും ഒപ്പുവെക്കുകയുണ്ടായി. തുടക്കത്തിൽ 10 ലക്ഷം ടണ്ണായിരുന്നു ഉൽപാദന ലക്ഷ്യം. 1959 ഉൽപാദനോദ്ഘാടനം പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിർവഹിക്കുകയുണ്ടായി. വൈവിധ്യപൂർണമായ ഭാരതീയ പൈതൃകത്തിന്റെ ചെറിയൊരു പ്രതീകമായി ഭിലായ് മാറുകയായിരുന്നു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒന്നിച്ചു ചേർന്ന് മഹത്തായ ഭിലായ് സ്റ്റീൽ പ്ലാന്റ് കെട്ടിപ്പടുത്ത ജനതയിൽ ഭാരതത്തിന്റെ ഭാവിയുടെ ശക്തിയും ഐക്യവും സ്വഭാവവും ദർശിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. 1985 പ്രാരംഭഘട്ടം മുതൽ പ്ലാന്റിലേക്ക് കേരളത്തിൽ നിന്നും ഇവിടെ എത്തിയ മലയാളികളും നിർണായക ഘടകമായിരുന്നു. എന്നാൽ 1957 മുതലായിരുന്നു കൂട്ടത്തോടെ മലയാളികൾ ഇവിടെ എത്തുവാൻ തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നും അനേകായിരം ചെറുപ്പക്കാർ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലായി സമാരംഭിച്ച വികസന പദ്ധതി പ്രദേശങ്ങളിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു. അങ്ങനെ ഭിലായിലുമെത്തി ആയിരങ്ങൾ. നവീനാശയങ്ങൾ ഉൾക്കൊള്ളുന്ന വിദ്യാസമ്പന്നരായിരുന്നു അവരിൽ അധികവും. പിറന്ന മണ്ണുവിട്ട് മറുനാട്ടിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ട നമ്മുടെ മലയാളികൾ ആത്മാർത്ഥവും സത്യസന്ധതയും കൊണ്ട് അവർ എത്തിച്ചേർന്ന നേട്ടങ്ങളുടെ പടിവാതിൽ അവിടെ നിന്നും ഞങ്ങളുടെ യാത്ര തുടരുന്നു. ഇത് VK മുഹമ്മദ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലെ മതിലകത്ത് നിന്നും 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് അദ്ദേഹം ഭിലായിയിൽ എത്തിച്ചേർന്നത്. ആദ്യകാലത്ത് എയർഫോഴ്സിൽ ജോലി ചെയ്തിരുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ പലയിടങ്ങളിലായി 2.5 വർഷക്കാലം അദ്ദേഹം പ്രവർത്തിച്ചു. എയർഫോഴ്സിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഭിലായിലെത്തി സ്വന്തമായി പ്രൊജക്ട് വർക്ക് ചെയ്തു തുടങ്ങി. ജോലിയോടുള്ള ആത്മാർത്ഥതയും ജോലിക്കാരോടുള്ള സമീപനവും മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുത്തുള്ള വ്യക്തിത്വവും ഇതൊക്കെ ശ്രീ VK മുഹമ്മദിനെ ഭിലായ് സ്റ്റീൽ പ്ലാന്റിലെ മികച്ച കോൺട്രാക്ടറായും ഭിലായിലെ മലയാളി സമൂഹം ഒന്നടങ്കം അംഗീകരിക്കുന്ന വ്യക്തിയായി മാറ്റുകയായിരുന്നു. ഇത് ഭിലായിലെ ശ്രീനാരായണ ധർമ്മസമാജം. 8 വർഷത്തോളമായി ശ്രീ VK മുഹമ്മദ് ഈ സമാജത്തിന്റെ പ്രസിഡന്റാണ്. ജാതിയോ മതമോ മറ്റ് സ്വാർത്ഥ താൽപര്യങ്ങളോ ഇല്ലാതെ ഗുരുദേവന്റെ ആശയങ്ങളെ ശരിയായി ഉൾക്കൊണ്ട് സത്യസന്ധമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ ഈ എത്ര സംസ്ഥാനങ്ങളുണ്ടോ ആ സംസ്ഥാനങ്ങളിലുള്ള എല്ലാവരും തന്നെ പ്രത്യേകിച്ച് ഭിലായിലുണ്ട്. അവരുടെ കുട്ടികളും അവരുടെ മറ്റ് മാതാപിതാക്കളും ഒക്കെ ഈ സമാജത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നു. അവിടെ ഒരു മതമോ അല്ലെങ്കിൽ ഒരു ജാതിയോ മറ്റ് ചിന്താഗതികളോ ഒന്നും തന്നെ ഇല്ലാതെ ശ്രീനാരായണ ഗുരുധർമ്മ സമാജ് ശ്രീനാരായണ ഗുരുദേവൻ എന്താണോ ആശയം പറഞ്ഞിട്ടുള്ളത് അതിനെ മുഖ്യമായിട്ടും മുന്നിൽ നിർത്തിക്കൊണ്ടുമാണ് ഇവിടെ ഉള്ള പ്രവർത്തനം. VK മുഹമ്മദ് സാർ ഇതിലോട്ട് കടന്നു വരാനുള്ള പ്രധാന കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണ ധർമ്മസമാജത്തിൻ്റെ യാതൊരുവിധ മതങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബാരിയറോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രമല്ല ഇവിടെയുള്ള സംസ്ഥാനത്തിൻ്റെ മറ്റ് തലങ്ങളിലുള്ളവർക്കും ഇത് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാ വർഷവും ശിവഗിരി തീർത്ഥാടനം നടക്കുമ്പോൾ VK മുഹമ്മദിനെ അതിഥിയായി ക്ഷണിക്കുകയും പ്രസംഗിക്കുവാൻ അവസരം നൽകുകയും ചെയ്യാറുണ്ട്. രാജ്യത്തിനകത്തും പുറത്തും ശ്രീനാരായണ സന്ദേശം പ്രചരിപ്പിക്കുവാൻ ശ്രീ മുഹമ്മദ് സമയം കണ്ടെത്താറുണ്ട്. ശ്രീ VK മുഹമ്മദ് ശ്രീനാരായണ ഗുരുധർമ്മ സമാജത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വരാനായിട്ട് ഇവിടുത്തെ ഭാരവാഹികൾ എന്ന് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിക്കാൻ കാരണം ശ്രീനാരായണ ഗുരുദേവനെ പറ്റിയുള്ള അറിവ് ഇന്ന് മറ്റ് ശ്രീനാരായണക്ക്
ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ അറിവാണ് അദ്ദേഹത്തിനുള്ളത്. ശ്രീനാരായണ ഗുരു ആരായിരുന്നു, എന്തായിരുന്നു, എന്ത് അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്, ഇതെല്ലാം മറ്റൊരു ശ്രീനാരായണനെ അറിയാൻ വയ്യാത്തതിനേക്കാൾ കൂടുതൽ അറിവുള്ള ഒരു വ്യക്തിയാണ് ശ്രീ VK മുഹമ്മദ്. ഖുർആൻ, ഭഗവത്ഗീത, രാമായണം, ബൈബിൾ, ഗുരുഭാഗവതം എന്നിവയിൽ അദ്ദേഹത്തിനുള്ള പാണ്ഡിത്യവും ശ്രദ്ധേയമാണ്. ഒപ്പം മികച്ച ഒരു പ്രാസംഗികനുമാണ് ശ്രീ മുഹമ്മദ്. അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിലും അദ്ദേഹം ഒട്ടും കുറവ് കാണിക്കാറില്ല. ഭിലായിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെല്ലാം ശ്രീ മുഹമ്മദ് നേതൃത്വനിരയിൽ തന്നെയുണ്ട്. ഭിലായ് മലയാള ഗ്രന്ഥശാലയുടെ മുൻ പ്രസിഡന്റ്, കേരള സമാജത്തിന്റെ മുൻ ചെയർമാൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഭാരവാഹിയും കൂടിയാണ് അദ്ദേഹം. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനത്തിന് ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭാര്യയുടെയും മക്കളുടെയും ഉറച്ച പിന്തുണയാണ് തന്നെ സമൂഹത്തിൽ ഉന്നതിയിലെത്തിക്കുവാൻ സ്വാധീനിച്ചതെന്ന് ശ്രീ മുഹമ്മദ് വിശ്വസിക്കുന്നു. ഒരു വ്യവസായിയാകുവാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ ശ്രീ VK മുഹമ്മദിനെ പോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ കഴിയുന്ന വ്യവസായികൾ നമുക്ക് അധികമില്ല. ഇവിടെ ശ്രീ VK മുഹമ്മദ് എന്ന വ്യവസായിയുടെ വ്യക്തിത്വം വേറിട്ടു നിൽക്കുന്നു. Nora and Fancy, a heaven of ornaments and fancy items at affordable price. Imported ornaments of dazzling designs and exquisite fashions. Nora and Fancy, brighten the beauty in you. Nora and Fancy, near Hotel Sagara, ground floor, TN Samruddhi, Vaidakad, Trivandrum. Mobile 9633685838. മൊബൈൽ കിങ്, ബേസ്മെന്റ്, പെൻഡാമേനക, എറണാകുളം. മൊബൈൽ ഫോണുകളുടെ അതിവിശാലമായ ഷോറൂം. മൊബൈലുകളുടെ ജനപ്രിയ ബ്രാൻഡുകളായ നോക്കിയ, സോണി എറിക്സൺ, ഒനിഡ, വീഡിയോകോൺ, ഫ്ലൈ, സാംസങ്, LG, HTC, ബ്ലാക്ക്ബെറി എന്നീ കമ്പനികളുടെ എല്ലാവിധ മോഡലുകളും ലഭ്യമാകുന്ന എറണാകുളത്തെ വിശ്വസ്ത സ്ഥാപനം മൊബൈൽ കിങ്, ബേസ്മെന്റ്, പെൻഡാമേനക, എറണാകുളം. A heaven of ornaments and fancy items. Imported ornaments of dazzling designs and exquisite fashions. Nora and Fancy, TN Samruddhi, Vaidakad, Trivandrum. കൈരളി പീപ്പിൾ ചാനലിൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ഇന്നെന്നോടൊപ്പമുള്ളത് ഒട്ടനേകം വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിലെ മതിലകത്ത് നിന്നും ഇന്ത്യയുടെ ഉരുക്ക് വ്യവസായ കേന്ദ്രമായ ഭിലായിലെത്തിയ ശ്രീ VK മുഹമ്മദാണ്. ഇവിടെ വ്യവസായി മാത്രമല്ല അദ്ദേഹം, കല, സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗത്ത് ഓരോ മലയാളിയും അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് സംസ്ഥാനക്കാരായ എല്ലാ വ്യക്തികളും വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തിത്വം ശ്രീ VK മുഹമ്മദ്. അദ്ദേഹത്തെ വളരെ ആദരവോടെ, സ്നേഹത്തോടെ ഞാൻ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ സന്തോഷമുണ്ട് താങ്കളെ ഈ സ്വപ്നങ്ങളുടെ യാത്ര എന്ന പരിപാടിയിൽ അതിഥിയായിട്ട് ലഭിച്ചത്. ഭിലായി എന്ന് പറയുന്നത് വളരെ ചെറുപ്പനാൾ മുതൽ ഓരോ മലയാളിയും അല്ല ഓരോ ഇന്ത്യക്കാരനും കേൾക്കുന്ന ഒരു പേരാണ് അല്ലേ, ഉരുക്ക് വ്യവസായം. തീർച്ചയായിട്ടും. എത്ര വർഷങ്ങൾക്ക് മുമ്പായിരുന്നു താങ്കൾ ഇങ്ങോട്ടെത്തിയത്? 30 വർഷമായി. കേരളത്തിലെ കൊടുങ്ങല്ലൂരിലെ മതിലകം. അവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു ആദ്യ യാത്ര? അല്ല, ഞാൻ എയർഫോഴ്സിലായിരുന്നു. ഞാൻ എറണാകുളത്ത് സെന്റ് ആൽബർട്ട്സിൽ പ്രീ ഡിഗ്രി പ്രീ യൂണിവേഴ്സിറ്റിയിലോട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എയർഫോഴ്സിലോട്ട് സെലക്ഷൻ കിട്ടി. അങ്ങനെ ആദ്യം അപ്പോയിൻമെന്റ് എവിടെയായിരുന്നു? ആദ്യത്തെ അപ്പോയിൻമെന്റ് എനിക്ക് ആസാം, തേജ്പൂർ എന്ന് പറയുന്ന സ്ഥലം, ആസാമിലെ ഹെലികോപ്റ്റർ സ്ക്വാഡ്രണിലായിരുന്നു. അവിടെ എത്ര നാള്? ഞാൻ അവിടെ 2.5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വിഭിന്ന ഇന്ത്യയുടെ പല ഭാഗത്തും ഞാൻ പോയിട്ടുണ്ട്. എങ്ങനെ പിന്നെ ഇവിടെ ഈ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഭിലായിൽ എത്തിച്ചേർന്നു? ഞാൻ അവിടെ നിന്ന് എയർഫോഴ്സിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് 17 വർഷത്തിന് ശേഷം പോന്നിട്ട് ഞാൻ ബറോഡയിലായിരുന്നു. ആ സമയത്ത് പെരീന സമയത്ത് ബറോഡയിലായിരുന്നു, മഹാരാജാസ് ഹാജറി യൂണിവേഴ്സിറ്റിയുടെ. അവിടെ നിന്ന് ഞാൻ ഭോപ്പാലിലോട്ട് വന്നു. കുറച്ച് നാൾ ഭോപ്പാലുണ്ടായിരുന്നു. അവിടെ നിന്ന്
ഒരു കമ്പനിയുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ റെസിഡന്റ് എഞ്ചിനീയറായിട്ട് ഞാൻ ഭിലായിക്ക് വരികയുണ്ടായി.